നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസൻ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ഉസാമ റളിയല്ലാഹു അൻഹുവിനെയും മടിയിലിരുത്തി താലോലിക്കുകയും ചുംബിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടൊരു കുട്ടി, മൃദുല സ്വഭാവക്കാരനും അതിസമർത്ഥനുമായിരുന്നു ഉസാമ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോറ്റുമ്മ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയുടെ ഏക മകൻ. പിതാവ് ഒരു യുദ്ധത്തിൽ രക്തസാക്ഷിയായതാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിരറ്റ ലാളനയും പരിപാലനവും കാരണം ഉസാമ റളിയല്ലാഹു അൻഹു അനാഥത്വത്തിൻ്റെ വേദന മുഴുവനും മറന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസൻ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ഉസാമ റളിയല്ലാഹു അൻഹുവിനെയും മടിയിലിരുത്തി താലോലിക്കുകയും ചുംബിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുവേ, ഞാനിവരെ രണ്ടുപേരെയും ഇഷ്ടപ്പെടുന്നുണ്ട്, നീയും ഇവരെ ഇഷ്ടപ്പെടണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടുംബത്തോടൊപ്പമുള്ള ജീവിതം ഉസാമ റളിയല്ലാഹു അൻഹുവിന് വളരെ സന്തോഷം നിറഞ്ഞതായിരുന്നു. പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസാമ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ഒട്ടകപ്പുറത്ത് ഉല്ലാസയാത്രയ്ക്ക് പോകാറുണ്ടായിരുന്നു. അത് ഉസാമ റളിയല്ലാഹു അൻഹുവിനെ ഏറെ സന്തോഷിപ്പിച്ചു. അവിടുത്തെ ശിക്ഷണത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിക്ഷണത്തിൽ വളർന്ന ഈ കുട്ടി ക്രമേണ ബഹുമാന്യനും സൽസ്വഭാവിയും ഒപ്പം കഠിനാധ്വാനിയുമായി വളർന്നു. ഒരു നിമിഷം പോലും പാഴാക്കിയില്ല. കുട്ടിക്കാലത്ത് തന്നെ അമ്പെയ്ത്തിലും കുതിരസവാരിയിലും നീന്തലിലും ചാട്ടവും ഒക്കെ അഭ്യസിച്ചു. പല കാര്യങ്ങളിലും ഉസാമ റളിയല്ലാഹു അൻഹു മറ്റു കുട്ടികളെക്കാൾ ഏറെ മുന്നിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനവും ഇച്ഛാശക്തിയൊക്കെ കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 18-ാം വയസ്സിൽ ഒരു യുദ്ധത്തിൻ്റെ സൈന്യത്തലവനായി ഉസാമ റളിയല്ലാഹു അൻഹുവിനെ നിയോഗിക്കുകയുണ്ടായി. ഉസാമ റളിയല്ലാഹു അൻഹു വലിയ അഭിമാനമുണ്ടായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടവും സഹവാസവും നിലനിർത്താൻ അദ്ദേഹം കഴിവതും ശ്രമിച്ചു. ഉഹുദ് യുദ്ധം നടക്കുന്ന അവസരത്തിൽ ഉസാമ റളിയല്ലാഹു അൻഹുവിന് മതിയായ പ്രായമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ യുദ്ധത്തിൽ നിന്ന് വിലക്കി. ഖന്തക്കിൽ യോദ്ധാക്കളെ തിരഞ്ഞെടുക്കാൻ അണിനിരന്നപ്പോൾ വലിപ്പം തോന്നിക്കാൻ വേണ്ടി പെരുവിരൽ ഉയർന്നു നിന്നു. 15 വയസ്സുള്ള ഉസാമ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ കൂടെ കൂട്ടി. ഹുനൈൻ യുദ്ധത്തിലും പ്രമുഖരോടൊപ്പം ധീരമായി ഉസാമ റളിയല്ലാഹു അൻഹു നിലയുറപ്പിച്ചു. മുഅ്തദ് യുദ്ധത്തിൽ 18 വയസ്സുള്ളപ്പോൾ പിതാവിൻ്റെ നേതൃത്വത്തിൽ ഉസാമ റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്തു. ഹിജ്റ 11-ാം വർഷം റോമക്കാരുടെ വെല്ലുവിളി രൂക്ഷമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബി പ്രമുഖരടങ്ങിയ സൈന്യത്തിൻ്റെ നേതൃത്വം 20 വയസ്സ് തികയാത്ത ഉസാമ റളിയല്ലാഹു അൻഹുവിന് നൽകി. ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ നായകത്വത്തിന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. മറുപക്ഷത്തിൻ്റെ അഭിപ്രായവുമായി ഉമർ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ്റെ തീരുമാനത്തെ ശരിവെക്കുകയാണ് ഉണ്ടായത്. ഫലസ്തീനിൽപ്പെട്ട ബൽക്കായിലും ദാറൂമിലും മുസ്ലിങ്ങൾ ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ കാലൂന്നി. ഷ്യാം, ഈജിപ്ത്, ഇരുട്ടുകടൽ വരെ നീണ്ടുകിടക്കുന്ന ഉത്തരാഫ്രിക്ക എന്നീ രാജ്യങ്ങൾ കീഴടക്കാൻ വഴിയൊരുക്കാനും ഉസാമ റളിയല്ലാഹു അൻഹുവിന് കഴിഞ്ഞു. ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ സൈന്യത്തെപ്പോലെ സുരക്ഷിതവും യുദ്ധസ്വത്ത് സമ്പാദിതവുമായ മറ്റൊരു സൈന്യം ഇസ്ലാമിക ചരിത്രത്തിലില്ല എന്നാണ് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത്. മറ്റൊരു ചരിത്രവുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.